ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ടൊരു സൂഫി വര്യനാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് രസകരമായൊരു കഥ പറയലുണ്ട്. ബസ്രയിൽ അന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പണി എന്താ വെച്ചാൽ സമയം കിട്ടുമ്പോഴൊക്കെ ഹസനുൽ ബസ്രി തങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുക, മോശമായതൊക്കെ പറഞ്ഞെടുക്കുമായിരുന്നു. അപ്പോൾ തങ്ങൾ ഇതറിഞ്ഞപ്പോൾ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഈത്തപ്പഴം വാങ്ങിയിട്ട് അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്തയച്ചു. ഇതിങ്ങനെ പല പ്രാവശ്യം തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ ഒരു ദിവസം മനസ്താപം സംഭവിച്ചിട്ട് അദ്ദേഹം തൗബ ചെയ്യാണ്. അതും തങ്ങളറിഞ്ഞു. അതിൻ്റെ ശേഷം പിന്നെ തങ്ങൾ ഗിഫ്റ്റ് കൊടുത്തയക്കണില്ല. അങ്ങനെ ഇയാൾ ഒരു ദിവസം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്നത് എന്തിനാ വെച്ചാൽ മാപ്പ് പറയാനാണ് വരുന്നത്. തങ്ങളോട് പറഞ്ഞ്, തങ്ങളെ ഞാൻ ആദ്യ കാലത്തൊക്കെ നിങ്ങൾ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് മാപ്പ് നൽകണം. പക്ഷേ അന്നൊക്കെ നിങ്ങൾ എനിക്ക് ഈത്തപ്പഴം കൊടുത്തയച്ചിരുന്നല്ലോ ഗിഫ്റ്റായിട്ട്. പിന്നെ ഞാൻ തൗബ ചെയ്ത് നിങ്ങൾ അറിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് കൊടുത്തയക്കണില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ വളരെ പോസിറ്റീവായൊരു മറുപടിയാണ് പറയുന്നത്. അന്ന് പറഞ്ഞാൽ നീ ചെയ്ത അമലുകൾ, നീ ചെയ്ത നന്മകളൊക്കെ നീ എനിക്ക് എഴുതി തരികയാണ്. അപ്പോൾ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഗിഫ്റ്റ് ഞാൻ എനിക്ക് തന്നു. പക്ഷേ തൗബ ചെയ്തപ്പോൾ അത് ചെയ്യണില്ലല്ലോ. അപ്പോൾ ജീവിതത്തിലുള്ള ചലഞ്ചുകളെ നമുക്ക് നേരിടാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും മനോഹരമായൊരു ജീവിതമായിരിക്കും. എന്നല്ല, ജനങ്ങൾ പറഞ്ഞതിനനുസരിച്ച് തുള്ളുകയാണെന്നുണ്ടെങ്കിൽ മൻ റാഖബന്നാസ മാത്ത കൊമ്മ, സങ്കടം പേറി മരിക്കേ ചെയ്യുള്ളൂ.